ഹലോ. അപ്പോൾ ഇഫ്താറൊക്കെ അല്ലേ, ഇഫ്താറിന് സ്നാക്സ് ഉപയോഗിക്കാത്ത ആരുമില്ല. പക്ഷേ ഈ സ്നാക്സ് തന്നെ കുറച്ച് ഓയിൽ വെച്ചിട്ടാണെങ്കിൽ ഏറ്റവും അടിപൊളിയാണല്ലേ. അപ്പോൾ അതുപോലുള്ളൊരു റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ആവശ്യമുള്ളത് 1 കപ്പ് മൈദയാണ്. അപ്പോൾ ഈ 1 കപ്പ് മൈദയിലേക്ക് കുറച്ച് ടേസ്റ്റിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. സാധാരണ രീതിയിൽ 1 കപ്പ് മൈദക്ക് 1.5 കപ്പ് വെള്ളം ആവശ്യമുള്ളൂ. പക്ഷെ നമ്മളിവിടെ 1/2 കപ്പ് പാൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ 1 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുത്ത് തട്ടൊക്കെ ഉടച്ച് ആ ഒരു രീതിയിൽ ശ്രദ്ധിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നോമ്പ് തുറന്ന ഉടനെ ഇങ്ങനെ എണ്ണയിൽ മുക്കി പൊരിച്ചിട്ടുള്ള പലഹാരങ്ങൾ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് ഈ ഒരു രീതിയിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന പലഹാരങ്ങൾ. അപ്പോൾ ഇങ്ങനത്തൊക്കെ ഉണ്ടാക്കാൻ കൂടുതലും ശ്രമിക്കുക, അതായിരിക്കും നമ്മുടെ ഹെൽത്തിന് നല്ലത്. എന്നാലോ ടേസ്റ്റിന് യാതൊരു കുറവും വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലുള്ള അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ ഇതിന് ഏകദേശം നമ്മൾ ഹോം മെയ്ഡ് ഉണ്ടാക്കുന്ന ഷവർമ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ടേസ്റ്റാണ്, പക്ഷേ ചിക്കൻ ഉണ്ടാവില്ല എന്ന് മാത്രം. പിന്നെ ഇതിലേക്ക് ഒരു സവോളയുടെ പകുതി, അതുപോലെ ചെറിയൊരു ക്യാരറ്റ്, പിന്നെ കുക്കുംബർ പകുതി, ചെറിയൊരു തക്കാളി, പിന്നെ കുറച്ച് ക്യാബേജ്. ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു വീട്ടിലുള്ള ആളുകളനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ ചെറിയൊരു ക്യാപ്സിക്കം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് മയോണൈസാണ്. അത് കുറച്ചധികം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മയോണൈസ് ടേസ്റ്റാണ് നമ്മുടെ ആ ഒരു ഷവർമയുടെ ഒക്കെ ടേസ്റ്റാണെന്ന് തോന്നിപ്പിക്കുന്നത്. അപ്പോൾ മയോണൈസ് കൂടുതൽ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഇതിൽ ചിക്കൻ്റെ ആവശ്യങ്ങളൊന്നും വരുന്നില്ല, കാരണം മയോണൈസ് തന്നെ മതി. ഓൾ ഇൻ ഓൾ ആണ്, അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ചെറിയ മക്കളുണ്ടെങ്കിൽ അവർക്ക് തന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. അപ്പോൾ വീട്ടിൽ ചിക്കനും മുട്ടയൊന്നും ഇല്ലാത്ത ദിവസം ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. മയോണൈസിൽ പോലും നമ്മളധികം മുട്ട ഉപയോഗിച്ചിട്ടില്ല. ഒരു എന്താ പറയുക, പ്യുവർ വെജിറ്റേറിയനിലാണ് നമ്മൾ മയോണൈസ് ഉണ്ടാക്കിയിട്ടുള്ളതും. ഇനി നമുക്കിതിലേക്കുള്ള ദോശ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ സാധാരണ ദോശ ഉണ്ടാക്കില്ല, അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ നന്നായി ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ദോശ റെഡിയാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അധികം ഈ ദോശ ഡ്രൈ ആവാൻ വേണ്ടി വെക്കണ്ട, ജസ്റ്റ് ആ കളറ് മാറി വരുമ്പോൾ തന്നെ ഫില്ലിങ് വെച്ചെടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പിന്നെ ഇത് ഒട്ടിക്കാൻ നോക്കുന്ന സമയത്ത് ഒട്ടില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ 4 ഭാഗവും ഇതുപോലെ ഞാൻ കാണിച്ചിരുന്ന പോലെ 4 ഭാഗവും ഇതുപോലെ മടക്കി കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഇതുപോലെ ദോശയുടെ കളറൊക്കെ മാറി വരുമ്പോൾ കുറച്ച് ഫില്ലിങ് നടുവേക്ക് വെക്കുക. എന്നിട്ട് 4 ഭാഗവും ഈ കാണിച്ചു തരുന്ന പോലെ മടക്കി കൊടുക്കാൻ ശ്രമിക്കുക. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുക, നന്നായി ഒന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ്. ഒട്ടിച്ചതിന് ശേഷം ആ മറ്റേ ഭാഗവും ഫ്രൈ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. കാരണം ഈ ഭാഗം ഇതുപോലെ മടക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് മറിച്ച് കൊടുക്കുക. ആ ഭാഗം കൂടി നന്നായി ഒന്ന് പ്രസ് ചെയ്ത് നന്നായി ഒന്ന് ഒട്ടാൻ നോക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു മുട്ട മിക്സ്ചറിൽ മുക്കി ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു മുട്ട എടുത്ത് അതിലേക്ക് കുറച്ച് കുരുമുളകും ഉപ്പും മല്ലിച്ചപ്പും ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ളൂ. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ മടക്കി വെച്ചിട്ടുള്ള എല്ലാ സംഭവം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നേരെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് 1 ടീസ്പൂൺ ഓയിലിൻ്റെ ആവശ്യമുള്ളൂ, കാരണം ഫ്രൈ പാൻ ആയതുകൊണ്ട് അത്ര ഓയിലിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ എല്ലാതും ഇതുപോലെ മുട്ടയിൽ മുക്കുക, നേരെ പാനിൽ വെച്ചാൽ മതി. അപ്പോൾ നല്ല അടിപൊളി സംഭവമായിട്ട് വരും കേട്ടോ. കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റാണ്, കാരണം ഉള്ളിൽ മയോണൈസ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും, ചെറിയ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. വലിയ ആൾക്കാർക്കും നല്ല ഇഷ്ടപ്പെടും, കാരണം അധികം ഓയിൽ ഇല്ലാണ്ടാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ട്രൈ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നല്ല ഈസിയാണ്, നല്ല സിമ്പിളാണ്. കുറച്ച് ടൈം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി അഥവാ നിങ്ങൾക്ക് ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷേ അതിൻ്റെ ആവശ്യം വരുന്നില്ല, കാരണം അത്രയ്ക്കും ടേസ്റ്റാണ്. ചിക്കൻ ഇല്ലാതെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.